ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊതുവേ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. മക്കൾ ക്ലാസ്സിനൊക്കെ പോയി, പിന്നെ കുട്ടാറിന് വർക്കില്ലായിരുന്നു. അപ്പം ഞാനും കുട്ടാറിനും ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഈ ഒരു സാധനം ഉണ്ടല്ലോ, സാധനം എന്നൊന്നും പറയാൻ പറ്റില്ല, പൂച്ച. ഈ ഞങ്ങളെ മുറ്റത്ത് വല്ലാണ്ടൊന്നും കാണാത്തൊരു സാധനമാണ് കേട്ടോ. സോറി, പിന്നെ സാധനം തന്നെയല്ലേ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ലിയോ സമ്മതിക്കൂല മുറ്റത്തേക്ക് വരാൻ. ഭയങ്കര ശത്രുക്കളാണല്ലോ. അപ്പോൾ പൂച്ചനെ കണ്ട ഉടനെ തന്നെ ലിയോ വൈലൻ്റ് ആവും. എന്തോ ഒരു സ്മെല്ല് കിട്ടിയിട്ട് വന്നു നോക്കിയതാണ് കേട്ടോ പൂച്ച. അപ്പോഴേക്കും അത് ലിയോ അറിഞ്ഞു. ലിയോ ഭയങ്കര കുരയായി. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ചായയും പരിപാടിയൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ പോയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കാണ്. ചോറിനുള്ള അരിയൊക്കെ കഴുകി ഞാൻ ഗ്യാസുമ്മൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ചുടുവെള്ളം കൊണ്ട് കഴുകി, പിന്നെ വീണ്ടും ചുടുവെള്ളം അതിലൊഴിച്ചിട്ട് ഗ്യാസുമ്മൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കറിക്ക് പരിപ്പും ചക്കക്കുരു ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പരിപ്പൊക്കെ കഴുകി റെഡിയാക്കുകയാണ് കേട്ടോ. പൊതുവെ ഇന്ന് മഴയൊന്നുമില്ലായിരുന്നു. മുറ്റടിക്കലൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല കാറ്റുണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കള മുറ്റത്തൊരു സീമക്കൊന്നേൻ്റെ മരമുണ്ട്. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര ശല്യമാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ വീണിട്ട് ആകെ ചമ്മലേക്ക് എടുക്കുന്നുണ്ട്. രാവിലെ ഞാൻ എണീറ്റ ഉടനെ തന്നെ മുറ്റം അടിച്ചേരിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ വീണ്ടും അതേപോലെ വീണെടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ അടുക്കള ഭാഗത്തൊരു പാറയുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഇല വീണിട്ട് അതിലങ്ങ് ഒട്ടി പിടിച്ചിരിക്കും. എത്ര അടിച്ചു വരിയാലും നമ്മൾ വിളിക്കണോട്ടേക്ക് പോരൂല. അങ്ങനൊരു വല്ലാത്തൊരു ഇലയാണ് കേട്ടത്. അങ്ങനെ അതേ പരിപ്പൊക്കെ കഴുകി അതിനിടയ്ക്ക് ഞാൻ ചക്കക്കൂരൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലിട്ടു. പരിപ്പും ചക്കക്കൂരും കൂടെ ഒന്നിച്ചാട്ടിട്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് അത് വെന്തതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ നന്നാക്കുന്ന ആ ഒരു സമയം കൊണ്ട് ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു, അരി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച ഉടനെ തന്നെ അതേ അടുപ്പിൽ നമ്മുടെ കുക്കറും കയറ്റി വെച്ചു. പിന്നെ എടുത്ത പാത്രങ്ങളൊക്കെ അവിടെ തന്നെ തിരിച്ച് കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. പരിപ്പിൻ്റെയൊക്കെ പാത്രം എടുത്തത് എവിടെ നിന്നാണോ അവിടെ തന്നെ തിരിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ പൊളിച്ചതില്ലായിരുന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ തേങ്ങ പൊളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കാറ്റുണ്ട്, നല്ല കാറ്റായിരുന്നു കേട്ടോ ഇന്ന്. രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാറ്റാണ്. അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ചു. പിന്നെ അവിടെ ക്ലീനിങ് ആണല്ലോ പ്രധാനം. അപ്പം തന്നെ ക്ലീൻ ചെയ്താൽ നമ്മുടെ പണികൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ തേങ്ങ പൊളിച്ചതിൻ്റെ ആ ഒരു എന്താ പറയുക വേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അപ്പം തന്നെ അങ്ങ് അടിച്ച് വാരിയിട്ടൊന്നുമില്ല, അങ്ങോട്ട് സൈഡിലേക്ക് ആക്കിയിട്ട് പിന്നെ തേങ്ങ പൊട്ടിച്ചു. തേങ്ങ പൊട്ടിച്ചാൽ പിന്നെ അതിൻ്റെ വെള്ളം കുടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എന്തോ ഒരു മധുരമൊന്നുമില്ല കേട്ടോ, ഒരു വെള്ളം. അങ്ങനെ നമ്മുടെ കുക്കർ വിസിലടിച്ചു. 2 വിസിലാണ് കേട്ടോ ഞാൻ ചെയ്തത്. 2 വിസിലടിച്ചപ്പോഴേക്കും വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള തേങ്ങ ചിരകുകയാണ്. തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകുകയാണ് കേട്ടോ. കുട്ടാറിന് നല്ല ഇഷ്ടമാണ് പരിപ്പ് കറി തേങ്ങ അരച്ച് വെക്കുന്നത്. എനിക്ക് താളിപ്പാണ് ഇഷ്ടം, പരിപ്പൊക്കെ താളിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഇന്ന് കുട്ടാറിന് വർക്കില്ലാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തേങ്ങ അരച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഒരു മുറി തേങ്ങ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അത് കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം കുറച്ച് കറി മതി, അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ ജാറാണ് എടുത്തത്, അതിലേക്ക് മതി. പിന്നെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അരച്ചെടുക്കുകയാണ്. കുറച്ച് തേങ്ങ ഞാനവിടെ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടോ, കാരണം ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അരച്ച് റെഡിയാക്കി അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. സൈഡിൽ ഇങ്ങനെ പൊടി വീണെടുക്കുന്നുണ്ടായിരുന്നു മിക്സീൻ്റെ. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ തുടച്ചെടുത്തു. എനിക്ക് പിന്നെ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അതിങ്ങനെ ആ ഒരു തുടയ്ക്കുന്ന തുണി ഇങ്ങനെ എപ്പോഴും കയ്യിൽ വേണം കേട്ടോ, ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്, തേങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിങ്ങനെ തോലൊക്കെ കളഞ്ഞ് സെറ്റാക്കി കഴുകി
അപ്പോൾ ഞാൻ കറിയിലേക്ക് ഞാൻ തക്കാളി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ വെന്തതിന് ശേഷം തക്കാളി ഇടാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ചക്കക്കുരു വേവില്ല. അപ്പം തക്കാളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരിക്ക് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കാരണം എരിവില്ലാത്ത മുളകായിരുന്നു. അപ്പോൾ പച്ചമുളക് അരിഞ്ഞു. പിന്നെ നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതാകുമ്പോൾ ഇങ്ങനെ നൈസായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഒരു 2-3 ട്രിപ്പായിട്ട് ഇങ്ങനെ ബീട്രൂട്ടൊക്കെ റെഡിയാക്കി എടുത്തു. ഒരു 3 ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ രാത്രി വേറെ ഉപ്പേരി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, കറി ഉണ്ടാവും ഉപ്പേരി ഉണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലും രാത്രി ഉണ്ടാക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്തായാലും ഉപ്പേരി ഉണ്ടാവും. പകൽ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ കേട്ടോ. അങ്ങനെ അതൊക്കെ ചോപ്പറിലിട്ട് സെറ്റാക്കി. ഇന്നിപ്പോൾ രാവിലെ കുളിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അല്ലെങ്കിൽ കർക്കിടക മാസമായ രാവിലെ നേരത്തെ കുളിയും പരിപാടിയൊക്കെ കഴിയലുണ്ട്. ഇന്ന് എണീക്കാൻ സമയം വൈകി കേട്ടോ. രാവിലെ നല്ല മഴ, പിന്നെ കറണ്ടും ഇല്ല. ഒരു തവണ ഞാൻ എണീറ്റ് നോക്കി, അപ്പോൾ കറണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കൂടെ അവിടെ കിടക്കട്ടെ, കറണ്ടൊക്കെ ഒന്ന് വന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കിടന്നപ്പോൾ ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റ് വന്നപ്പോൾ അല്ലു ഭയങ്കര കരച്ചിൽ. അങ്ങനെ പിന്നെ അവൻ്റെ അടുത്ത് കിടന്ന് അവനൊക്കെ ഉറക്കി എണീറ്റ് വന്നപ്പോഴേക്ക് 6:30 എങ്ങാനും ആയിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ക്ലാസ് ഉള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് ചായയും പരിപാടിയൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറി ചായേണ്ടതൊക്കെ റെഡിയാക്കി. അങ്ങനെ അവരെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചു. ഇനി ചോറും കറിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ തക്കാളി അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. 1 തക്കാളി എനിക്ക് എടുത്തത്. കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ, പിന്നെ അത്രയൊക്കെ മതി. പിന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ച തേങ്ങേൻ്റെ അരപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കേട്ടോ. ഞാനിങ്ങനെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ചില കറിയിലൊക്കെ കടുക് പൊട്ടിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കടുക് പൊട്ടിക്കണില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ രസമുണ്ട്. നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കി, കുറച്ചും കൂടെ ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്തു. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ആ ഒരു ഇതിലല്ല കേട്ടോ നമ്മൾ കഴിക്കാനാകുമ്പോൾ കിട്ടുക. ഒന്നും കൂടെ കുറുകി വരും, പരിപ്പല്ലേ, അപ്പോൾ ഒന്നും കൂടെ കുറുകി വരും. പിന്നെ കറി അവിടെ വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ കൊണ്ടാട്ട മുളക് വറുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊണ്ടാട്ടമുളകും പിന്നെ അതേ പാത്രത്തിൽ തന്നെ നമുക്ക് എന്നാലും ഉപ്പേരി ഉണ്ടാക്കാമല്ലോ. നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ. നല്ല എരിവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ വെള്ളം കുടിച്ച് മതിയാവും ചോറിനുമ്പോൾ. പക്ഷെ എന്നാലും ഇതിങ്ങനെ നമ്മുടെ പരിപ്പ് കറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉണക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഉണക്കലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ തേങ്ങ അരച്ച കറീൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കടിച്ച് കഴിക്കാൻ രസമല്ലേ. അപ്പോൾ അങ്ങനെ കേട്ടോ. എരുണ്ടെങ്കിലും മക്കൾക്കും ഇഷ്ടമാണ്. തീയൊക്കെ നന്നായിട്ട് കഴിക്കും. എരിയൊന്നൊരു വിഷയമല്ല. അങ്ങനെ നമ്മുടെ മുളക് വറുത്തെടുത്തു. അപ്പോൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ കടുക് ഇടുകയാണ് കേട്ടോ. അങ്ങനെ കടുക് പൊട്ടുന്ന സമയത്ത് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഉണ്ടല്ലോ, അതിടുക. ബീട്രൂട്ടും തേങ്ങയും പച്ചമുളകും ഒക്കെ കൂടി റെഡിയാക്കി വെച്ചാണ് ഞാൻ. അപ്പോൾ അതിടുക കേട്ടോ. ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ആ വെളിച്ചെണ്ണയിൽ തന്നെ മുളകും വറുത്തെടുത്തു. പിന്നെ വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. അതിൽ തന്നെയാണ് കടുക് ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് മതി വെളിച്ചെണ്ണ. കാരണം വെളിച്ചെണ്ണേൻ്റെ വില എന്താണല്ലേ, 400-450 ആയി തുടങ്ങി. മിക്കവാറും 500 എത്തും. അപ്പോൾ പിന്നെ നമ്മളൊന്നും പിശുക്കല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി വറവിട്ടിട്ടില്ല. കറി പിന്നെ തേങ്ങ അരച്ച കറിയല്ലേ, അപ്പോൾ കടുക് പൊട്ടിച്ചിട്ടില്ലെങ്കിലും രസമുണ്ടാവും. പിന്നെ ഉപ്പേരിക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടാക്കി. പിന്നെ ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. നമ്മുടെ പൊടിയുപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ കുട്ടിയുടെ കല്ലുപ്പാണ് കൊണ്ടുവന്നത്. എനിക്ക് കല്ലുപ്പ് ഇടുമ്പോൾ ഒരു എന്താ പറയുക, കയ്യിനൊരു വിറയ്ക്കലാണ്. കാരണം അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവ് കിട്ടൂല. ചിലപ്പോൾ അങ്ങോട്ട് ഏറിപ്പോവും, ചിലപ്പോൾ കുറവായിരിക്കും. കുറവാകുമ്പോൾ നമ്മൾ കുറച്ച് കുറവുണ്ടല്ലോ, കുറച്ചും കൂടെ ഇടാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഇട്ടാൽ അത് പിന്നെ ഭയങ്കര കയ്പ്പായിട്ട് മാറും, ഉപ്പ് കയറും. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ കല്ലുപ്പ് കൊണ്ടുവരുമ്പോൾ ഞാൻ മിക്സീൻ്റെ ജാറിൽ പൊടിച്ചെടുക്കലാണ്. അപ്പോൾ ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, ഉപ്പേരീൻ്റെ പണിയും കറീൻ്റെ പണിയൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് പൊടിച്ചെടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ.
ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നലെ എന്തോ മറന്നുപോയി, എന്തൊക്കെയോ തിരക്കിൽ അങ്ങനെ മറന്നുപോയി. പിന്നെ ഇങ്ങനെ കുക്കിങ്ങിൻ്റെ സമയത്താണ് ഉപ്പ് എടുക്കുമ്പോഴാണ് ഓർമ്മ ഉണ്ടാവുക, അയ്യോ പൊടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ കയ്യോടെ അപ്പം തന്നെ അങ്ങ് എടുത്തു പൊടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടാവും. എനിക്കിങ്ങനെ ഉപ്പേരിക്കും പിന്നെ നമ്മൾ ചിക്കനോ മീനൊക്കെ പൊരിക്കുകയാണെങ്കിൽ അതിലേക്കൊക്കെ ചേർക്കുമ്പോഴേ കല്ലുപ്പ് ചേർക്കുമ്പോൾ ആ ഒരു കറക്റ്റ് അളവ് എനിക്ക് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ പൊടിപ്പ് ഇങ്ങനെ കൈകൊണ്ട് വാരിട്ട ആ ഒരു ശീലമാണല്ലോ ഉള്ളത്. അപ്പോൾ പിന്നെ പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും പറയും കേട്ടോ ഈ പൊടിയുപ്പ് അധികം യൂസ് ചെയ്യാൻ പാടില്ല, കെമിക്കലാണെന്നൊക്കെ. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മൾ ചിലപ്പോൾ ഒക്കെ പൊടിപ്പ് വാങ്ങും, ചിലപ്പോൾ ഒക്കെ കല്ലുപ്പ് വാങ്ങും. അങ്ങനെ എന്തെങ്കിലും ന്യൂസൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുമാനം മാറ്റിയിട്ട് അതിന് പൊടിപ്പ് വേണ്ട, കല്ലുപ്പ് മതി എന്ന് പറയും. അങ്ങനെ ഒരു മാസം 2 മാസമൊക്കെ ഉപയോഗിക്കും. പിന്നെയും പഴയതുപോലെ തന്നെ പൊടിയുപ്പിലേക്ക് അങ്ങോട്ട് പോകും. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇത് മതി, കാരണം കുറേ ഉണ്ടാവും, കുറേ കാലത്തേക്ക് ഉണ്ടാവും. ഉപ്പല്ലേ, നമ്മൾ അധികമൊന്നും ഉപയോഗിക്കില്ലല്ലോ, കുറേ ശല്യം എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും സാധനങ്ങൾ കഴിയാറില്ല കേട്ടോ. ഞാൻ എന്താണെന്നറിയില്ല, വളരെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരാളാണ്. എന്ത് സാധനവും, വെളിച്ചെണ്ണ ആയിക്കോട്ടെ കടുക് ആയിക്കോട്ടെ എല്ലാം എനിക്കങ്ങനെ ഒത്തിരി ഉണ്ടാക്കി നാശാക്കി കളയുന്നത് ഇഷ്ടമില്ല കേട്ടോ. എല്ലാം ഒരു പാകത്തിനേ ഉണ്ടാവുള്ളൂ, എന്നാൽ അത് തികയാതെ വരാറുമില്ല. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെയുള്ള പണി എന്ന് പറഞ്ഞാൽ അതൊക്കെ പാത്രമൊക്കെ ഒന്ന് മാറ്റുക, ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കി വെച്ചാൽ നമുക്ക് എടുക്കാനും സുഖമായിരിക്കും, കാണാനും ഭംഗിയുണ്ടാവും. മറ്റേത് വെച്ച പാത്രത്തിൽ തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ അതൊരു ഗുമ്മുണ്ടാവില്ല. പിന്നെ അപ്പം തന്നെ കഴുകിയും വെക്കാമല്ലോ നമ്മുടെ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ. അങ്ങനെ പാത്രം കഴുകലാണ്. കുറേ പാത്രമൊന്നുമില്ല കേട്ടോ, ആ വെച്ച പാത്രങ്ങൾ മാത്രം, കുക്കറും ഉപ്പേരി വെച്ച പാത്രം, പിന്നെ മിക്സീൻ്റെ ജാറ്, അങ്ങനെ ഒരു 4-5 പാത്രം. അതൊക്കെ കഴുകി പിന്നെ സിങ്കൊക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഇനി മെയിനായിട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസിൻ്റെ അവിടെ ഒന്ന് ക്ലീൻ ആക്കാണ്ട്. അത് രാവിലത്തെ ചായപ്പണി കഴിഞ്ഞാൽ എനിക്ക് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം തിരക്കായിരുന്നു, മക്കൾ പോകുന്ന ആ ഒരു തിരക്കായിരുന്നു. അപ്പോൾ എല്ലാം കഴിയട്ടെ, ചോറും കറി ഉപ്പേരിയും ഒക്കെ കഴിയട്ടെ, എന്നിട്ട് മൊത്തത്തിലൊന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. നമ്മൾ കുക്കറിൽ പരിപ്പൊക്കെ വെച്ചതുകൊണ്ടേ ചുമരിലേക്കൊക്കെ ഇങ്ങനെ ആവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചെടുത്തു. പിന്നെ ഗ്യാസിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മൊത്തത്തിലുള്ള ക്ലീനിങ് ഒന്ന് ചെയ്യാൻ കേട്ടോ. ഇന്നത് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതുണ്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് നമ്മുടെ ചോറ് വാർക്കാനുണ്ടായിരുന്നത്. ഇപ്രാവശ്യം കിട്ടിയത് നല്ല എന്താ പറയുക, വേവുള്ളൊരു അരി കേട്ടോ. കുത്തേരി തന്നെയാണ് ഇവിടെ. പിന്നെ കുത്തേരി അല്ലാത്തൊരു അരി ഉണ്ടാവില്ല, ആർക്കും ഇഷ്ടമല്ല. റേഷൻ കടയിലെ ആ അരി എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, എനിക്കും അബിക്കും ഇഷ്ടമാണ്. അതിങ്ങനെ വെന്ത് കുഴയാതെ കിട്ടണം, അതിൻ്റെ കൂടെ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇവിടെ കുട്ടാറിനൊന്നും ഇഷ്ടമില്ല. കുട്ടാടെ വാങ്ങുകയാണെങ്കിൽ കുത്തേരി മാത്രമേ വാങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തവണ കൊണ്ടുവന്ന അരി നല്ല വേവാണ്. രാവിലെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ മൊത്തം പണി കഴിഞ്ഞ് എല്ലാം ഒതുക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് വാർക്കുന്നത്. എന്നാലും അധികമൊന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു അരിയാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ നേരം എടുത്ത് നോക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടെ മൂരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ചോറ് തിന്നൽ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ അല്ലുമാണ് വിളമ്പാൻ കയറിയിരിക്കുന്നത്. എല്ലാത്തൊന്നും ഒന്ന് തൊട്ട് നോക്കുന്നുണ്ടോ, ഉപ്പേരിയൊക്കെ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, രാത്രിക്കും കൂടി ഉള്ളതാണ് കുഞ്ഞെ, കൈയിട്ട് എടുക്കല്ലേ കേട് വരും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പിന്നെ ഒരു സ്പൂണെങ്ങാനും എടുത്തിട്ട് വിളമ്പുകയാണ് കേട്ടോ. സ്പൂൺ കൊണ്ടൊക്കെ പിന്നെ ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഈ ഒരു സമയപ്പോഴേക്ക് ഞാൻ എൻ്റെ എല്ലാ പണിയും തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലീനിങ്ങും കുളിയും അങ്ങനെ എല്ലാ പണിയും. ഇത് രാവിലെ ഞാൻ ദോശയ്ക്ക് ഉണ്ടാക്കിയിരുന്ന ചട്ടിനിയാണ് കേട്ടോ. നമ്മുടെ തക്കാളി ചട്ടിനി ഉണ്ടല്ലോ, അതാണ്. പിന്നെ സുറുക്കയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഉള്ളി ഉണ്ടായിരുന്നു, സവോള. പിന്നെ ഇതേ പരിപ്പും ചക്കക്കൂരും കറിയുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയുണ്ട്, മുളക് കൊണ്ടാട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ഇന്ന് ഉള്ളി വെജിറ്റേറിയൻ.
ചിക്കനും മീനോ മുട്ടയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ അത് പോട്ടെ, ഇതൊക്കെ മതിയല്ലോ അല്ലേ. തേങ്ങരച്ച കറിയുണ്ട്, ഉപ്പേരി ഉണ്ട്, പിന്നെന്താ ഇത്രയൊക്കെ മതിയല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രം അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ കഴിക്കുന്ന കൂട്ടത്തിൽ അല്ലുവിന് വാരി കൊടുക്കും. ഒറ്റയ്ക്കൊന്നും കഴിക്കാനായിട്ടില്ല, കഴിക്കും പക്ഷേ വിശപ്പ് മാറൂല എന്ന് മാത്രം. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ.